നമസ്തേ. ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്ക് ആകെ ഒരു രാഷ്ട്രീയമേ ഇപ്പോഴുള്ളൂ. അത് മോദി വിരോധം മാത്രമാണ്. മോദിയെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണ് ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ കൂട്ടായ ലക്ഷ്യം. അത് സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് പരസ്പര വൈരികളായ 28ഓളം പാർട്ടികൾ ഒന്നിച്ചുകൂടി ഒരു മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്, ഇന്ത്യ മുന്നണി. ഈ ഇന്ത്യ മുന്നണി അവർ വിജയിച്ചു വന്നാൽ കുറേ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ മുന്നണിയായിട്ടല്ല. ഓരോരോ പാർട്ടികൾ അവരവരുടേതായ മാനിഫെസ്റ്റോ, ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ടാക്കി പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? എല്ലാവരും കൂടെ യോജിച്ചാണ് ഭരണം നടത്താൻ പോകുന്നതെങ്കിൽ യോജിച്ച ഒരു പരിപാടി അവർ ഇപ്പോഴേ തന്നെ തയ്യാറാക്കുകയല്ലേ വേണ്ടത്? അതിന് പകരം പ്രത്യേകം ഇങ്ങനെ മാനിഫെസ്റ്റോകൾ ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? കോൺഗ്രസ്സിന് മാത്രമായിട്ട് എന്തായാലും അധികാരത്തിൽ വരാൻ പറ്റത്തില്ല, അത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്ത് സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റുള്ള പാർട്ടികൾ അത് അംഗീകരിക്കത്തില്ല. അപ്പോൾ അവർക്കും നേതൃസ്ഥാനം വേണം, അവർക്കും പ്രധാനമന്ത്രി പദം വേണം ജയിച്ചാൽ. അങ്ങനെ പല മമതയ്ക്ക് വേണം, രാഹുലിന് വേണം, അങ്ങനെ കേജ്രിവാളിന് വേണം. പാവം ജയിലിലായിപ്പോയി. അതുപോലെ ഓരോരോ പാർട്ടിക്കാർ, സ്റ്റാലിൻ, അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. എല്ലാവരും പരമയോഗ്യന്മാരാണ് പ്രധാനമന്ത്രി പദത്തിലേറുവാൻ. ഇവരൊക്കെ ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ അതൊരു ചാപിള്ളയാണ് ആ മുന്നണി. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ അത്യാർത്തി കൊണ്ട്, അധികാരത്തോടുള്ള ഒരു പ്രമത്തത കൊണ്ട്, അധികാരത്തോടുള്ള അത്യാർത്തി കൊണ്ട് അവർ പരസ്പരം സഹിക്കാൻ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനുണ്ടായ ആ പരസ്പര സഹനത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ചാപിള്ളയാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ഈ ചാപിള്ളയുടെ ജാതകം ഓരോരുത്തരും എഴുതിയിരിക്കുകയാണ്. ഓരോ മുന്നണിയിലും ഓരോ കക്ഷിയും എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ് എഴുതിയിട്ടുണ്ട്, അതാണ് അവരുടെ മാനിഫെസ്റ്റോ. CPM എഴുതിയിട്ടുണ്ട്, അതാണ് അവരുടെ മാനിഫെസ്റ്റോ. CPIക്കും ഉണ്ട് ഒരു മാനിഫെസ്റ്റോ. ഇതൊക്കെ തങ്ങളിൽ ഒരു ഐകരൂപ്യം ഇല്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസ് CAA കുറിച്ചൊന്നും മിണ്ടുന്നില്ല. പക്ഷേ CPIയും CPIMും CAA എടുത്തു കളയുമെന്ന് പറയുന്നു. അതുപോലെ കാശ്മീർ പ്രശ്നത്തിൽ 370 വകുപ്പ് എടുത്തു കളയണമെന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അഭിപ്രായം. എന്നാൽ കോൺഗ്രസ് എടുത്തു കളയുന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അവർ എത്രയും വേഗം കാശ്മീരിന് സംസ്ഥാന പദവി നൽകും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ എല്ലാവർക്കും വിരോധമുള്ള ഒരു കാര്യമുണ്ട്, EDയുടെ അന്വേഷണം, CBIയുടെ അന്വേഷണം. അപ്പോൾ ED ഏത് കാര്യത്തിലാണ് അന്വേഷണം നടത്തുന്നത്? PMLA, കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടി, ആ ആക്ട് അനുസരിച്ചാണ്. PMLA ആക്ട്, PMLA അതില്ലാതാക്കും. അതാണ് മാർക്സിസ്റ്റ് പാർട്ടി നൽകുന്ന പരിപാടി. ഇതൊക്കെ ആർക്ക് വേണ്ടി? ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം നടപ്പിലാക്കുന്നത്? അത് എടുത്തു കളയുന്നത്, നടപ്പിലാക്കുന്നതല്ല, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മോദി സർക്കാർ. അത് എടുത്തു കളയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ? അതുപോലെ UAPA എടുത്തു കളയും. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു വാഗ്ദാനം. കാരണം എന്താണ്? വാസ്തവത്തിൽ UAPA പ്രകാരമാണ് PFI പോലുള്ള തീവ്രവാദ സംഘടനകളെ നിരോധിച്ചതും അവരെ ഇപ്പോൾ ജയിലിനകത്താക്കിയിരിക്കുന്നതും. അവരോടുള്ള ഇഷ്ടം കൊണ്ടാകാം, അവരെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത കൊണ്ടാകാം UAPA ഞങ്ങൾ എടുത്തു കളയും. ഇതാണ് അവരുടെ വേറൊരു വാഗ്ദാനം. ഇതാർക്ക് വേണ്ടിയാണ്? ഇങ്ങനെ എടുത്തു കളയുന്ന ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾ മനസ്സമാനത്തെ ജീവിക്കാനേ അവർ സമ്മതിക്കത്തില്ല. ഇപ്പം ഇവിടെ കുന്തിരിക്കവും പൂവും മലരും അരിയും ഒക്കെ വെച്ചോളൂ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്ന ഒരു കൂട്ടരുണ്ട്. അവരാണ് PFIക്കാർ. ജനങ്ങളാകെ ഭീതിയിലായിരുന്നു. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ സുപ്രഭാതത്തിൽ വന്ന് യവന്മാരെ എല്ലാവരെയും പൊക്കിയെടുത്തുകൊണ്ട് ഡൽഹിക്ക് കൊണ്ടുപോയത്. ജനങ്ങൾക്കൊരു ആശ്വാസമായി. ആ ആശ്വാസം അങ്ങനെ ആശ്വാസം കൊള്ളാൻ
ആ ആശ്വാസം നീണ്ടു നിൽക്കാൻ ഇവർ സമ്മതിക്കുകയില്ലെന്നാണ് അവരുടെ മനസ്സിലിരിപ്പ്. ആ മനസ്സിലിരിപ്പാണ് ഈ വാഗ്ദാനങ്ങളിൽ കൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ വാഗ്ദാനം അവർ നടപ്പിലാക്കാൻ അവർക്ക് പറ്റത്തില്ലെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വാഗ്ദാനം വെക്കുന്നത്. എന്നുവെച്ചാൽ അവർ അധികാരത്തിൽ വന്നാൽ, ഏതെങ്കിലും ഒരു കാലത്ത് അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നർത്ഥം. പി എഫ് ഐക്കാർക്ക് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ അഴിച്ചുവിടും. പിന്നെ ഇവിടെ എന്തായിരിക്കും, ഒരു വർഗീയ രാജ്യമായിട്ട്, മതരാജ്യമായിട്ട് പരിവർത്തിപ്പിക്കും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴെങ്കിലും ഇന്ത്യയിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഇതാണ്. ഒരു മതരാജ്യ സ്ഥാപനത്തിനായിട്ട് ഇവരെ ഏൽപ്പിക്കുക. പി എഫ് ഐയെ പോലുള്ള വർഗീയ സംഘടനകളെ ഏൽപ്പിക്കുക, രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം അവർക്ക് സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അതിന് നിയന്ത്രണം വരുത്തുന്നത് UAPA ആണ്. അത് അവർ ഒഴിവാക്കും. PMLA ഒഴിവാക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആ PMLA വെച്ചിട്ടാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കള്ളപ്പണങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും അവർക്കെതിരെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നതും അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് PMLA ഞങ്ങൾക്ക് വേണ്ട. ഇതൊക്കെ അവർ വരുവാണെങ്കിൽ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ ലോകായുക്തയുടെ കാര്യത്തിൽ അവർ ചെയ്ത് കാണിച്ചില്ലേ. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്യും. അവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു അന്വേഷണ ഏജൻസികളും ഈ രാജ്യത്ത് വേണ്ട എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അവർക്ക് എന്ത് കൊള്ളരുതായ്മയും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അതാരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതാരും അതിനെതിരെ ഒന്നും നടപടിയെടുക്കാനും പാടില്ല. ഇതാണ് അവരുടെ. കാരണം ഇപ്പോഴും തന്നെ ഇലക്ട്രൽ ബോണ്ട് ഭയങ്കര അഴിമതിയാണെന്ന് പറഞ്ഞ് വാസ്തവത്തിൽ ഇലക്ഷൻ ഫണ്ടിന്, പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കുന്നതിൽ വെള്ളപ്പണം ഉപയോഗിക്കുന്നതിന് ഒരു പദ്ധതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് പദ്ധതി. അത് വേണ്ട, ഞങ്ങൾക്ക് കള്ളപ്പണം മതി എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം. അവരുടെ നയം അതാണ്. അങ്ങനെയാണ് അവർ ഈ വെള്ളപ്പണത്തിന് പദ്ധതിയായിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടിൻ്റെ പൈസ വേണ്ടെന്ന് പറഞ്ഞത്. അവർ വാങ്ങിക്കുന്ന എല്ലാം കള്ളപ്പണമാണ്. ഇപ്പം അങ്ങനെയാണ്. ഇപ്പം തൃശ്ശൂർ അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് തന്നെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതിൻ്റെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് കേന്ദ്രത്തിലെ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടില്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് നികുതി കൊടുക്കണം. അത് കള്ളപ്പണ അക്കൗണ്ടാണ്. കള്ളപ്പണ അക്കൗണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് കണക്കുകൾ കൊടുക്കാമല്ലോ, ഓഡിറ്റഡ് അക്കൗണ്ട്സ് കൊടുക്കാമല്ലോ. അതൊന്നും കൊടുത്തില്ല. അപ്പോൾ എല്ലാം ഈ കളവായിട്ട് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ജന്മഗുണം. അതാണ് അവരെവിടെയും പ്രവർത്തിക്കുന്നത്. പിന്നെ അവർക്ക് ഗവർണറെ ഇഷ്ടമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സംസ്ഥാനങ്ങളിൽ ഏകാധിപത്യം വേണം. അപ്പോൾ എങ്ങോട്ടാണ് ഇവർ ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ച് നോക്കണം. തനി കുത്തഴിഞ്ഞ ഒരു രാജ്യം സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് കോൺഗ്രസും ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ കുറേ സൗജന്യ പ്രഖ്യാപനങ്ങളുണ്ട്. 1 ലക്ഷം രൂപ എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും കൊടുക്കും എന്നുള്ളതാണ്. 30 ലക്ഷം കുടുംബങ്ങളുണ്ട് ദാരിദ്ര്യക്ക് താഴെ. അവർക്കൊക്കെ ഒരു വർഷം 1 ലക്ഷം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്രായിരം കോടി വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 30 ലക്ഷം 30,000 കോടി രൂപ അങ്ങനെ അതങ്ങ് പോകും. അതുപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പ്, യുവ ന്യായം. അപ്പോൾ അതിനും വേണം. ഓരോരുത്തർക്കും 1 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു വർഷത്തെ അപ്രന്റീസ്ഷിപ്പാണ് കൊടുക്കുന്നത്. സംഗതി കൊള്ളാം. പക്ഷേ അതിനും പോകും ഇതുപോലുള്ള ഒരു വലിയ സംഖ്യ. പിന്നെ തൊഴിലുറപ്പ് പദ്ധതി 400 ആക്കണമെന്ന് അവർ പറയുന്നു. പിന്നെ 700 ആക്കുമെന്ന് CPI പറയുന്നു. ഇവരും മാർക്സിസ്റ്റ് പാർട്ടി ഏതാണ്ട് അതുപോലൊക്കെയാണ് പറയുന്നത്. ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് വരും? അതോടെ പറയൂ. പണം അതിന് അവർക്ക് മുതലാളിമാരെ, കോർപ്പറേറ്റുകളെ ഒന്നും അവർ വളർന്നു വരാൻ സമ്മതിക്കത്തില്ല. അവർക്കൊക്കെ ഉയർന്ന നികുതി ചുമത്തും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മൂക്കി എത്തിക്കളയും. ഇതൊക്കെയാണ് അവരുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറയുന്നത്. അപ്പോൾ അവർ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. രാജ്യത്ത് സമ്പത്ത് ഉൽപ്പാദനം നടക്കുന്നില്ലെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് നികുതികൾ സംഭരിക്കാൻ കഴിയുക? ആ നികുതികൾ സംഭരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഈ സൗജന്യങ്ങൾ ചെയ്യാൻ പറ്റുക? ഒരു രാഷ്ട്രമെന്ന് പറയുന്നത് സൗജന്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ലല്ലോ.
അതല്ലല്ലോ ഭരണം. ഭരണം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കണം. അതിൽ ഒതുങ്ങുന്ന സൗജന്യങ്ങൾ കൊടുക്കണം. ഏറ്റവും അർഹരായിട്ടുള്ളവർക്ക് കൊടുക്കണം. ഇനി ഇത് തന്നെ ഈ 1000 രൂപ ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കുമെന്ന് ഇവർ പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. അവരുടെ ഷെയർ, കേന്ദ്ര ഷെയർ 1000 രൂപയാക്കുമെന്ന് പറയുന്നുണ്ട്. കേന്ദ്ര ഷെയർ 1000 രൂപയാക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് അല്ലാതെ 1,00,000 കൊടുക്കുന്നുണ്ട്. അതിനും പുറമെയാണോ ഈ 1000 രൂപ കൊടുക്കുന്നത്? അത് വ്യക്തത വരേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ കിട്ടുന്ന പൈസ മുഴുവൻ ഇപ്പോൾ കേരളത്തിൽ ചെയ്യുന്നത് പോലെ വാരിക്കോരി ചെലവാക്കുക. അവസാനം പൈസ എങ്ങൊന്നും കിട്ടാത്ത അവസ്ഥയാവും. പണ്ട് ഇവർ കോൺഗ്രസ് സർക്കാർ ചെയ്തതുപോലെ ഇവിടെയുള്ള റിസർവ് സ്വർണ്ണം എല്ലാം കൂടെ കൊണ്ടുവന്ന് ഏതെങ്കിലും വിദേശത്ത് കൊണ്ടുവന്ന് പണയം വെച്ച് ആ പൈസ വാങ്ങിച്ച് അതും ചിലവാക്കും. പെട്രോളിൻ്റെ വില കുറച്ച് കൊടുക്കാൻ വേണ്ടി 1,50,000 കോടിയോ രൂപയാണ് ഇവർ പെട്രോൾ ബോണ്ടുകളായിട്ട് അന്ന് പെട്രോളിയം കമ്പനികൾക്ക് കൊടുത്തിരുന്നത്. അതിപ്പോഴാണ് അത് വീട്ടിയത്. ആലോചിച്ച് നോക്കുക, ഇവർ എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്ന്. വിനാശത്തിലേക്കാണ് ഇവർ. ഒരു കൂട്ടരും BJP ഇന്ത്യയെ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർത്താൻ ശ്രമിക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ലോകത്ത് ഇന്ത്യയെ ഇടിച്ചു താഴ്ത്തുക, ഇന്ത്യയെ അധോഗതിയിലേക്ക് നയിക്കുക, പണ്ടത്തെ ആ ദയനീയ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക. കുറേ സൗജന്യങ്ങൾ വാരിക്കൊടുക്കും. പണ്ടും അത് തന്നെയായിരുന്നു. സൗജന്യങ്ങൾ കുറേ കോരിക്കൊടുക്കുക. ഒരു ഗരീബി ഹഠാവോ എന്നൊക്കെ പറഞ്ഞ് കുറേ മുദ്രാവാക്യങ്ങൾ. അതുപോലെ ഒരെണ്ണമാണ് ഈ ന്യായപത്ര എന്നും പറഞ്ഞ് ഇപ്പോൾ ഇവർ ഇറക്കിയിരിക്കുന്നത്. അവർ പിന്നെ CPIക്കും CPMനും ഒന്നും ഗവർണർമാരെ വേണ്ട. ഗവർണർമാരെ വേണ്ടെന്ന് പറഞ്ഞാൽ ഗവർണർമാർ വഴി കേന്ദ്രം അധികാരം പ്രയോഗിക്കുന്നു. ഫെഡറലിസത്തിനെതിരാണ്. അപ്പം ഇതൊക്കെ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളായിട്ട് വരണമെന്നുള്ളതാണ് ഇവരുടെ ചിന്ത. എന്നുവെച്ചാൽ ഇവർക്ക് ഇച്ചിരി സ്ഥലത്തല്ലേ ഉള്ളൂ. ഇന്ത്യയിൽ ഇവർ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം ഇവർ ആർക്കും കൊടുക്കത്തില്ല. ഒരു യൂണിറ്ററി സ്റ്റേറ്റായിട്ട് ഇന്ത്യയെ അവർ മാറ്റും. എന്നിട്ട് അവരാണ് ഇപ്പോഴും മോദിക്കെതിരായിട്ട് പറയുന്നത്. അത് മാത്രമല്ല, ഇത്രയൊക്കെ മാറ്റങ്ങൾ, അത് റിസർവേഷൻ, ജാതി റിസർവേഷൻ 50% നിന്ന് ഉയർത്തും. ആ പരിധി എടുത്ത് കളയും. അങ്ങനെ പരിധി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭരണഘടന അതിൻ്റെ ഭേദഗതി ചെയ്യേണ്ടി വരും. അങ്ങനെ പലതും 370 വകുപ്പിൻ്റെ കാര്യം, അതിനും ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടി വരും. പിന്നെ ഗവർണർ സ്ഥാനം വേണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്തുമായാലും ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെ വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ് ഗവർണർ സ്ഥാനം വേണ്ടെന്ന് പറയുന്നത്. അത് CPI ആണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണഘടന ഭേദഗതി. ഇതേ ആൾക്കാർ തന്നെയാണ് ഇതിനൊക്കെ ഭരണഘടന എന്ന് വെച്ചാൽ ഭരണഘടനയെ അടിമുടി മാറ്റി എഴുതുന്ന പരിപാടിയാണ് ഇവരെല്ലാം കൊണ്ട്. എന്നിട്ട് ഇവരുടെ ആവലാതി എന്താണ്? മോദി സർക്കാർ ഭരണഘടന തിരുത്തി എഴുതും. ഇനി ഒരു പ്രാവശ്യം കൂടെ വന്നു കഴിഞ്ഞാൽ മോദി സർക്കാർ ഭരണഘടന തിരുത്തി എഴുതും എന്നുള്ള ആവലാതിയാണ്. എന്തൊരു വൈപരീത്യമാണെന്ന് നോക്കണം. നിലപാടൊന്ന്, പ്രവൃത്തി ഒന്ന്, ആഗ്രഹം വേറെ ഒന്ന്. ഈ ഒരു ഭാരതത്തെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത, ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത, ഒരു ഒന്നും വിഭാവനം ചെയ്യാത്ത, ഭാവിയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ലാത്ത ആൾക്കാരെല്ലാം കൂടെ അധികാരക്കൊതിക്ക് വേണ്ടി ഒരു ഇന്ത്യ മുന്നണി എന്ന ചാപിള്ളയെ ഉണ്ടാക്കി ആ ചാപിള്ളയെ കൊണ്ടുവന്ന് കാണിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ്, മറ്റുള്ളവരെ ചീത്ത പറഞ്ഞുകൊണ്ട് നടത്തുന്ന ശ്രമമാണ് ഈ ഇന്ത്യ മുന്നണിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ തൂത്തെറിയണം. ഇവർക്ക് 0 സീറ്റാണ് ജനങ്ങൾ കൊടുക്കേണ്ടത്. ബുദ്ധിയുള്ള ജനങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ. നന്ദി, നമസ്കാരം.